ജക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. യഥാർത്ഥ സംഭവത്തെ ആധാരമാക്കിയിട്ട് സജിൻ ബാബു എഴുതി സംവിധാനം ചെയ്ത മിസ്റ്ററി ഡ്രാമയാണ് തിയേറ്റർ. റീമ കല്ലിങ്കലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കൂടാതെ സരസ ബാലുശ്ശേരി, ഡെയിൻ ഡേവിസ്, പ്രമോദ് വെളിയനാട്, ആൻ ജമീല, കൃഷ്ണൻ ബാലകൃഷ്ണൻ, മേഘരാജൻ എന്നിവരൊക്കെ അഭിനയിക്കുന്നുണ്ട്. പണ്ട് ഈ ദൂരദർശനിൽ വരുന്ന ചില സിനിമകളുടെ വേഗവും താളവും ആണെങ്കിലും ഇപ്പോൾ പണിയറിയാവുന്നവർ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും അണിനിരന്നു കഴിഞ്ഞാൽ ഒന്നിലധികം കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരും. അങ്ങനെ ഒരു സിനിമയാണ് തിയേറ്റർ. പ്രധാനമായിട്ടും ഈ ഷീറോസിനെ പോലെയുള്ള ആളുകളുടെയും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ അന്തർധാര എത്രത്തോളം സജീവമാണ് എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ചില അന്ധവിശ്വാസങ്ങൾ വിശ്വാസമായി മാറുന്നത് എങ്ങനെയെന്നും ഈ സിനിമയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ബോൾഡായ സ്ത്രീ അമ്മയെ വിട്ടുപോകാതെ ഒരു തുരുത്തിൽ താമസിക്കുന്നതും അവിടുന്ന് ഒരു അപകടം പറ്റുമ്പോൾ സോഷ്യൽ മീഡിയ ഉപജീവനമാക്കിയ ആളുകളടക്കം എങ്ങനെ മുതലെടുക്കുന്നു എന്നുള്ളതുമാണ് പടത്തിൻ്റെ ആകെ മൊത്തത്തിലുള്ള ഒരു സംഭവം. ഇതിപ്പോൾ ഈ തിയേറ്ററിൽ പോയിരിക്കുന്നതിനെക്കാട്ടി നല്ലത് OTT വന്നപ്പോൾ പടം കാണാമായിരുന്നു എന്ന് എനിക്ക് ഇതിൻ്റെ ഒരു ലാഗ് മൂലം ഫീൽ ചെയ്തു. ഈ ബിരിയാണിയുടെ സംവിധായകനായതുകൊണ്ടാണോ എന്നറിയില്ല. അതായത് ഒരു സ്ത്രീ ഡ്രസ്സ് മാറുന്ന ഒരു സീനും അതുപോലെ കിണറ്റിങ്ങരയിൽ നിന്ന് കുളിക്കുന്ന സീനും ഇതിനകത്തുണ്ട്. ഒറ്റപ്പെട്ട ഒരു തുരുത്തിൽ ജീവിക്കുന്നവരാണ് ശാരദാമ്മയും മകൾ മീരയും. ആഢ്യത്വവും പ്രതാപവുമുള്ള നീലകണ്ഠൻ വൈദ്യരുടെ തറവാടാണ്. പക്ഷേ എല്ലാം ക്ഷയിച്ചു. ഇപ്പോൾ അവരുടെ കൃഷി സ്ഥലത്തുള്ള തേങ്ങയും ചക്കയും കുരുമുളകൊക്കെ വെള്ളത്തിൽ കയറ്റിയിട്ട് ചന്തയിൽ എത്തിച്ചിട്ട് വിറ്റിട്ടാണ് ഒരു ഉപജീവനം നയിക്കുന്നത്. തറവാട്ടിലെ ഇല്ലിക്കൽകാവിലെ ഈ നാഗപൂജയും വിളക്ക് തിരിയൊക്കെ അവിടെ പതിവായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ കളമെഴുത്ത് പാട്ടും അതൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ മുടങ്ങി കിടക്കുകയാണ്. ഒരു ദിവസം ഇവളുടെ മേത്ത് ഒരു പ്രാണി അടിക്കുകയാണ്. ആ പ്രാണി അടിച്ചത് മൂലം അവളുടെ ശരീരം മുഴുവൻ ഒരു തരം ചൊറിച്ചലും പൊന്തലും ഒക്കെ തുടങ്ങും. തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രം പറയുന്നത്. സോഷ്യൽ മീഡിയ പവർ എന്താണെന്ന് ഈ ചിത്രം പറയുന്നുണ്ട് എങ്കിലും അത് കൊണ്ടുള്ള ചൂഷണവും കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. ഒപ്പം ഈ സർപ്പക്കാവ്, നാഗപൂജ, നാഗശാപം, കളമെഴുത്തും പാട്ട് എന്നിങ്ങനെയുള്ള മിത്തുകളും പശ്ചാത്തലമാവുന്നുണ്ട്. റീമ കല്ലിങ്കലിൻ്റെ മികച്ച അഭിനയത്തോടൊപ്പം ബോൾഡ് സീനുകളും ഉണ്ട്. അപ്പം എല്ലാവർക്കും ചിത്രം ഇഷ്ടപ്പെടണം എന്നില്ല. ഒരു സ്ലോ ബേസാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. പിന്നെ ഒരു ഘട്ടത്തിൽ ത്രില്ലർ മൂഡിലേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ടെങ്കിലും ആ ഒരു സെൻസിൽ പോകുന്ന പടമാണ്. അപ്പം അങ്ങനെയുള്ള പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഇതൊരു ഞാൻ പറയുന്ന ഒരു ആവറേജ് മൂവായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പം ഇത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.